ഹലോ. അപ്പോൾ നമ്മൾ നമ്മുടെ നാലാമത്തെ മോഡ്യൂളിനകത്തുള്ള കുറച്ച് ബേസിക് ആയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് പഠിക്കുകയും അത് വെച്ചിട്ട് അതിനെ എങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്നുള്ള സിമ്പിൾ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കിപ്പോകാൻ പോകുന്നത്. മറ്റേ വീഡിയോ പോലെ ഒരുപാട് ലെങ്തി ആക്കാതിരിക്കാൻ ഞാൻ നോക്കാം. എന്തായാലും ആദ്യം എനിക്ക് കുറച്ച് കൺസെപ്റ്റ് കാര്യങ്ങൾ അതിനകത്ത് പറയാനായിട്ടുണ്ട്. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ്യൂൾ ഫോറിലെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ 3 ഡയമെൻഷനിൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും, അതിനെയാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. വളരെ ഭംഗിയുള്ള, നല്ല വൃത്തിയായിട്ട് വരച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡ്രോയിങ് മെത്തേഡാണ് ഈ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റിനകത്തൊരു ഒരു ക്യൂബോ ഒരു സ്ക്വയർ പ്രിസോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചു. ആ സ്ക്വയർ പ്രിസത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നമ്മൾ സാധാരണ പോലെ വരയ്ക്കും. എന്നിട്ട് ഐസോമെട്രിക് പ്ലെയിൻ എന്ന് പറയുന്ന ഒരു പുതിയ സെറ്റ് ഓഫ് പ്ലെയിനിലാണ് നമ്മൾ ഇതിനെ വരയ്ക്കുന്നത്. അതായത് ഐസോമെട്രിക് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് 30 ഡിഗ്രിയുടെ 2 ലൈൻസ് ഇങ്ങനെ വരച്ച് എടുക്കുക. ഈ ആംഗിൾ 30 ഡിഗ്രി ആയി. 30 ഡിഗ്രിയുടെ ലൈൻസ് വരച്ചെടുക്കുക. ഈ 30 ഡിഗ്രി വരയ്ക്കുന്ന ലൈനിന് ശേഷം ഇവിടെ കിടക്കുന്ന പോർഷനെയാണ് ഞാൻ അതിൻ്റെ ഐസോമെട്രിക് പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. ആ 30 ഡിഗ്രി അതിനെ എലിവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിനെ 3 ഡയമെൻഷനിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ. അപ്പം നമുക്ക് സ്ട്രേറ്റ് അവേ ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്കിത് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റിനകത്ത് പറയുന്നത്, ഡ്രോ ദ ഐസോമെട്രിക് വ്യൂ ഓഫ് എ ഹെക്സഗണൽ പ്രിസം with side of base 25 mm and 60 mm long axis. The prism is resting on its base on the HP with an edge of base parallel to VP. അപ്പോൾ ഒന്നുകൂടെ ഞാൻ വായിച്ചു തരാം. ഒരു ഐസോമെട്രിക് വ്യൂ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓഫ് എ ഹെക്സഗണൽ പ്രിസം. ഓക്കെ, 6 സൈഡുള്ള പ്രിസം, അതിൻ്റെ ബേസ് 25, ഹൈറ്റ് 60 പറയുന്നുണ്ട്. ദ പ്രിസം ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ HP. അത് എച്ച് പിയിൽ അതിൻ്റെ ബേസിൽ റെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, എച്ച് പിയിൽ അതിൻ്റെ ബേസിൽ റെസ്റ്റ് ചെയ്യണം വിത്ത് ആൻ എഡ്ജ് ഓഫ് ബേസ് പാരലൽ ടു വി പി. കണ്ടോ, ഒരു ബേസ് എഡ്ജ് വി പിക്ക് പാരലാക്കി വെച്ചിട്ടുണ്ട്. ഇത് പുറത്ത് കിടക്കുന്ന ബാക്കി വരകളൊന്നും നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ബേസ് എഡ്ജ് പാരലാക്കി വെച്ച് ഞാൻ ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ടോപ്പ് വ്യൂയും ഫ്രണ്ട് വ്യൂയും വരച്ചു. ഓക്കെ, ഈ കാണുന്ന പോലെ വരച്ച് വെച്ചു. എന്നിട്ട് നമ്മളിവിടെ നമ്മുടെ ഐസോമെട്രിക് പ്ലെയിനെ വരച്ചു. അപ്പോൾ ഈ ഐസോമെട്രിക് പ്ലെയിനെ വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ താഴോട്ട് എനിക്കൊന്നും വരയ്ക്കാനില്ല. ഇതിൻ്റെ താഴോട്ട്. ഓക്കെ, അപ്പോൾ എന്ത് വരയ്ക്കാനുണ്ടെങ്കിലും ഇതിൻ്റെ മുകളിലോട്ടേ വരയ്ക്കാനുള്ളൂ. അപ്പം ഈ വരയ്ക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ, ആ ലൈനിനെ മാക്സിമം താഴ്ത്തി തന്നെ വരയ്ക്കുക. കാരണം മുകളിലോട്ട് എനിക്ക് കുറച്ചധികം ചിലപ്പം വരയ്ക്കേണ്ടി വരും. ഒരു സോൾഡ് പുറത്ത് വേറൊരു സോൾഡ് വരുന്ന രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്ക് കൂടുതൽ വരയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ലൈൻ ഒരിക്കലും നടുക്കെടുത്ത് വരച്ച് വെക്കരുത്. കുറച്ച് താഴോട്ട് തന്നെ വരയ്ക്കുക. താഴോട്ട് വരച്ചതിന് ശേഷം എവിടെയെങ്കിലും ഒരിടത്തൊരു പോയിന്റ് ഇട്ടിട്ട് 30 ഡിഗ്രിയുടെ 2 ലൈൻ വരയ്ക്കുക. ഏത് ക്വസ്റ്റൻ ആണെങ്കിലും 30 ഡിഗ്രി തന്നെയാണ് കേട്ടോ. പർട്ടിക്കുലർ ഒരു ക്വസ്റ്റൻ മാത്രമൊന്നുമല്ല. ഈ ആംഗിൾ 30 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഞാൻ 30 ഡിഗ്രിയുടെ ലൈൻ ഓൾറെഡി ഞാൻ വരച്ചിരിക്കുകയാണ്, നമുക്ക് കാണിക്കുക എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ 30 ഡിഗ്രിയുടെ ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ ബേസ് ഉണ്ടല്ലോ, ഈ ബേസിനെ ഞാനൊരു ബോക്സിലോട്ട് അങ്ങ് മാറ്റി. PQRS എന്ന് പറയുന്ന ഒരു ബോക്സിലോട്ട് അങ്ങ് മാറ്റി ബേസിനെ. എന്നിട്ട് അതിൽ പി എന്ന് പറയുന്ന പോയിന്റിനെ ഞാൻ നേരെ എടുത്ത് ഈ കോർണറിൽ അങ്ങ് ഫിക്സ് ചെയ്തു. ഈ പോയിന്റ് പി എന്ന് ഞാൻ വിളിച്ചു. എന്നിട്ട് പി മുതൽ ക്യൂ വരെയുള്ള ലെങ്ത് ഇവിടെ എന്താ ഇങ്ങോട്ട് എടുത്ത് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഇത് ക്യൂ ആയി. പി മുതൽ എസ് വരെയുള്ള ലെങ്ത് ഇവിടെ നിന്ന് ഈ സൈഡിലോട്ടും എടുത്ത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എസും കിട്ടി. ഇനി എസ് മുതൽ ആർ വരെയുള്ള ഡിസ്റ്റൻസും ക്യൂ മുതൽ ആർ വരെയുള്ള ഡിസ്റ്റൻസും കോമ്പസ് എടുത്ത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബേസിൽ വരുന്ന ഒരു സ്ക്വയർ അല്ല, ഒരു എന്താണ്, ഒരു റോംബസ് ഷേപ്പ് നമുക്കവിടെ കിട്ടും. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ പിയിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് എടുത്ത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്ത പോയിന്റ്സ്, കറസ്പോണ്ടിങ് പോയിന്റ്സ് കിട്ടും. അതായത് പിയിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എടുത്ത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഇതിനകത്ത് നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാം. അടുത്ത് ബി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം, സി കിട്ടും. അതുപോലെ ഡി, ഇവിടെ എ, അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
ഇത് ഇവിടെ നിന്ന് പിന്ന് ഇത്രയും ഡിസ്റ്റൻസ് പിന്ന് എസിലോട്ട് പോകുന്ന ലൈനിൽ ഇത് ഇത്രയും ഡിസ്റ്റൻസ് എടുത്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സിമ്പിളാണ്. അങ്ങനെ എ ബി സി ഡി ഇ ആൻഡ് എഫ് എല്ലാ പോയിന്റ്സ് നമുക്ക് കിട്ടി. ഓക്കെ, എല്ലാ പോയിന്റ്സും കിട്ടി. നമുക്ക് ഇനിഷ്യലി ഇവരെ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് അങ്ങ് വയ്ക്കും. ഓക്കെ, അതിനെ നമ്മൾ ഡാർക്ക് ആക്കത്തില്ല, വളരെ ലൈറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് വയ്ക്കും. നമുക്ക് അവസാനമേ നമ്മൾ ഇതിനെ ഡാർക്ക് ആക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ലൈറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് ബേസിലുള്ള ഹെക്സഗണിനെ വരച്ചു. ഇനി മുകളിൽ ഒരു ഹെക്സഗൺ വരണം. ആ ഹെക്സഗണിനെ കൂടെ നമുക്ക് വരയ്ക്കണം. ആ ഹെക്സഗൺ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഈ പി ക്യു ആർ എസ് എന്ന് പറയുന്ന 4 പോയിന്റ്സിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് ലൈൻസ് അങ്ങ് വരച്ചിടും. ഓക്കെ, പി ക്യു ആർ എസ് എന്ന് പറയുന്ന 4 പോയിന്റ്സിൽ നമ്മൾ വെർട്ടിക്കൽ ലൈൻ മുകളിലോട്ട് വരച്ചിടും. സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കാം. പി എന്നുള്ള ലൈൻ ഞാൻ ഇങ്ങോട്ട് വരച്ചിട്ടു. ആ ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ സോൾഡിന്റെ ഹൈറ്റ് ആയിരിക്കണം. ഓക്കെ, സോൾഡിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, 60 mm എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ലെങ്തിലായിരിക്കണം ഇവിടെ നിന്ന് മുകളിലോട്ട് ലൈൻസ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഞാൻ ഇപ്പം വരച്ചപ്പോൾ എനിക്ക് ഈ നമ്മുടെ ഈ പോയിന്റ് ഉണ്ടല്ലോ, പി ക്യു ആർ എന്ന് പറയുന്ന പോയിന്റ്, ആർ എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ തന്നെയാണ് പിയും പോകുന്നത്. അപ്പോൾ അത് 2 ലൈനായിട്ട് ഞാൻ വരയ്ക്കും. ആദ്യത്തത് ഇവിടെ ഒരു റെഫറൻസ് പോയിന്റ് ഞാൻ വയ്ക്കുന്നുണ്ട്, ബാക്കി അതിൻ്റെ പുറത്തൂടെ തന്നെയായിരിക്കും അടുത്ത് ഞാൻ വരയ്ക്കുക. അങ്ങനെ ഈ പോയിന്റ്സ് എല്ലാം ചേർത്ത് ഇങ്ങോട്ടങ്ങ് വരച്ചു. വരച്ചതിന് ശേഷം ഇവിടെ നിന്നെല്ലാം നമ്മൾ വെർട്ടിക്കൽ ഹൈറ്റ് 60 mm എടുത്തു. ഇത് കൂടെ ചേർത്ത് അങ്ങ് വരയ്ക്കുക. ഇത് കൂടെ ഇങ്ങനെ ചേർത്ത് വരച്ചു. ചേർത്ത് വരച്ചിട്ട് ഇവിടെ എങ്ങനെയാണോ പോയിന്റ്സ് നമ്മൾ അക്വയർ ചെയ്തത്, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 2, 3, 4, 5, 6 ആ പോയിന്റ്സ് എല്ലാം നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് അവരെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ ജോയിൻ ചെയ്യുമ്പം നമ്മൾ എപ്പം വരയ്ക്കുമ്പോഴാണെങ്കിലും നമുക്ക് ടോപ്പിലുള്ള പോയിന്റ്സ് നമുക്ക് നല്ലോണം കാണാൻ പറ്റും. ഓക്കെ, ടോപ്പിലുള്ള പോയിന്റ്സ് ഫുൾ എനിക്ക് കാണാൻ പറ്റും. അപ്പം 1 to 2 എനിക്ക് കാണാൻ പറ്റും, 2 to 3 കാണാം, 3, 4 ഇത് മൊത്തം വിസിബിൾ ആയിരിക്കും. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ 2 എൻഡ് എക്സ്ട്രീം എൻഡ് പോയിന്റ്സ്, അതായത് 6F ആണ് ഈ ഒരു സൈഡ്, 3C ആണ് ഈ ഒരു സൈഡ്. ഓക്കെ, ത്രീ സി ആണ് ആ സൈഡ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും എനിക്ക് ഡാർക്ക് ആക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 2Bയും എനിക്ക് ഫ്രണ്ടിലെ പോയിന്റ് ആയിട്ട് എനിക്ക് അത് ഡാർക്ക് ആയിട്ട് തന്നെ കിട്ടും. ഈ 1Aയും ഡാർക്ക് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇതുപോലെ വളച്ചൊന്നും വരച്ച് കളയിൽ വൃത്തിയാക്കി വരയ്ക്കണം. F to Aയും A to Bയും B to Cയും കറസ്പോണ്ടിങ്ങിൽ ഡാർക്ക് ആവും. ബാക്കിലുള്ളതെല്ലാം ഡോട്ടഡ് ഇടണം. ഇതെല്ലാം ഡോട്ടഡ് ലൈനായിട്ട് മാറും.
ഇതൊക്കെ ഡോട്ടഡ് ലൈനായിട്ട് മാറും. ഞാൻ വരച്ചപ്പം പീണിക്ക പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ആക്ച്വലി വരുമ്പം ഇതുപോലെ ഇരിക്കും. ഈ ഒരു മോഡൽ ആ സോൾഡിൻ്റെ പ്രൊജക്ഷൻ മീൻസ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഇരിക്കും. ഇതാണ് പരിപാടി. ബേസിക്കലി ഐസോമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പരിപാടി. നമുക്ക് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പറയുന്നത് ഒരു സിലിണ്ടറിൻ്റെ ഐസോമെട്രിക് വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ സിലിണ്ടറിൻ്റെ ഐസോമെട്രിക് വരയ്ക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 4 സെൻറ്റർ മെത്തേഡ് എന്ന് പറയുന്നൊരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കും. 4 സെൻറ്റർ മെത്തേഡ്. ഈ സിലിണ്ടറിൻ്റെ ടോപ്പ് വ്യൂ, ആ സർക്കിളിനെ ഞാൻ ഐസോമെട്രിക്കലി കാണുമ്പം ഒരു എലിപ്സ് ആയിട്ടായിരിക്കും കാണുന്നത്. ആ എലിപ്സ് വരയ്ക്കാൻ വേണ്ടിയാണ് നമ്മളൊരു 4 സെൻറ്റർ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെയാണ് നമ്മൾ സിലിണ്ടറിൻ്റെ ടോപ്പ് വ്യൂയും ഫ്രണ്ട് വ്യൂയും വരച്ചു. മുമ്പ് നമ്മൾ ചെയ്തതുപോലെ ഇവനെ 8 ആയിട്ടൊന്നും ഡിവൈഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. 4 ആയിട്ട് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മതി. അതും നമ്മുടെ ഒരു കൺവീനിയൻസിനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് ഔട്ടർ പോർഷൻ മാത്രം കിട്ടിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇവനെ നമ്മൾ 4 ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഒരു സുന്ദരക്കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇവൻ്റെ പുറത്ത് നമ്മളൊരു ബോക്സ് അങ്ങ് വരച്ചു. PQRS എന്ന് പറയുന്ന ബോക്സ് വരച്ചു. നേരത്തെ ചെയ്തതുപോലെ തന്നെ പി എന്ന് പറയുന്ന പോയിന്റ് നേരെ ഇവിടെ എടുത്ത് അങ്ങ് നമ്മൾ ലോക്ക് ചെയ്തു. ഇത് പി മുതൽ Q വരെയുള്ള ലെങ്ത് എനിക്ക് കോമ്പസിലെടുത്ത് മാർക്ക് ചെയ്യാം. Q കിട്ടും. അതുപോലെ P മുതൽ S വരെയുള്ള ലെങ്ത് ഇപ്പർ സൈഡിലോട്ട് എടുത്ത് മാർക്ക് ചെയ്യാം. S കിട്ടും. ലാസ്റ്റ് പോയിന്റ് നമുക്ക് R നേരത്തെ എങ്ങനെയാണോ PQRS കിട്ടിയത് അതുപോലെ തന്നെ ജനറേറ്റ് ചെയ്തെടുക്കുക. PQRS എന്ന പോയിന്റ് ജനറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇനി ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമുക്ക് റോംബസ് കിട്ടിയല്ലോ. റോംബസ് കിട്ടിയ 4 സെൻറ്റർ മെത്തേഡ് വെച്ചാണ് വരയ്ക്കുന്നതെന്ന് ഞാൻ പറയും. ഈ പിയെയും ആറിനെയും ഞാൻ 2 സെൻറ്റേഴ്സ് എന്ന് വിളിക്കും. ഇതിനെ ഞാൻ C1 എന്നും ഈ സെൻറ്ററിനെ ഞാൻ C2 എന്നും വിളിച്ചു. ഓക്കെ. ആ 2 സെൻറ്റേഴ്സ് ഞാൻ 2 പേര് വിളിച്ചു. C1 C2 എന്ന് വിളിച്ചു. എന്നിട്ട് പിയിൽ നിന്ന് ഈ RQവിൻ്റെ മിഡ് പോയിന്റിലോട്ട് ഞാൻ ലൈൻ ഇങ്ങനെ അങ്ങ് വരയ്ക്കും. ഓക്കെ. ഈ SRൻ്റെ മിഡ് പോയിന്റിലോട്ടും ഇവിടെ നിന്ന് ഇങ്ങനെ ലൈൻ വരയ്ക്കും. അതേപോലെ ആറിൽ നിന്ന് ഈ SPയുടെ മിഡ് പോയിന്റിലോട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. തിരിച്ച് ഈ PQവിൻ്റെ മിഡ് പോയിന്റിലോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. ഇതെല്ലാം കൂടെ വരച്ച് കഴിയുമ്പം ഇവിടെയും ഓരോ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സ് കിട്ടും. ഓക്കെ. ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സിനെ ഞാൻ C3 എന്നും C4 എന്നും ഒന്ന് വിളിച്ചു. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇവരെ നൈസായിട്ട് അങ്ങ് ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്ത് അതിൻ്റെ മൂർച്ചയുള്ള പോർഷൻ, ഷാർപ്പ് പോയിന്റഡ് പോർഷൻ ഇവിടെ C3യിൽ അങ്ങ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് C3 മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് കോമ്പസിലെടുക്കുക. കോമ്പസിലെടുത്ത് C3 സെൻറ്ററാക്കി വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആർക്ക് അവിടെ കിട്ടും. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് അതേപോലെ വരയ്ക്കാം. വരച്ചത് ഇങ്ങനെ ഒരു ആർക്ക് കിട്ടും. അടുത്ത് അപ്പം C3നും C4 2 സെൻറ്റേഴ്സ് നമ്മൾ എടുത്തു. ഇനി C1 എന്ന് പറയുന്ന സെൻറ്ററിൽ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്, ഈ പോർഷൻ വരെയുള്ള ലെങ്ത് എടുത്ത് C1ന് ഇത്രയും ലെങ്ത് എടുത്ത് C1 സെൻറ്ററാക്കി വെച്ച് ഇങ്ങനെ ഒരു ആർക്ക് ഇവിടെ വരയ്ക്കുക. ഇങ്ങനെ ഒരു ആർക്ക് ഇവിടെ C2 സെൻറ്ററാക്കി വെച്ച് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പം നമുക്ക് ഈ പറഞ്ഞ എലിപ്സിന് അവിടെ വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ബേസിലെ പോർഷൻ നമ്മൾ വരച്ചു. ബേസിലെ പോർഷൻ വരച്ചു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് നമുക്ക് ടോപ്പിലെ പോർഷൻ വരയ്ക്കണം. ടോപ്പിലെ പോർഷൻ വരയ്ക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ഇവിടെ PQRSൻ്റെ അവിടെ നമ്മൾ സ്കെയിലിനെ എടുത്ത് വെച്ചു. സ്കെയിലിനെ എടുത്ത് വെച്ച് അങ്ങനെ നേരെ മുകളിലോട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്.
അങ്ങനെ 4 കോർണേഴ്സിൽ നിന്നും പി ക്യു ആർ എസ് എന്ന 4 കോർണേഴ്സിൽ നിന്ന് ഞാൻ മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ അവനെ പുതിയ പേര് വിളിക്കാം. P1, Q1, R1, S1 എന്നിട്ട് ഇവരെ ചേർത്തങ്ങ് വരയ്ക്കുക. നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു റോംബസ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഫോർ സെൻറ്റർ മെത്തേഡ് ഉപയോഗിച്ച്, അതായത് കോർണർ ടു കോർണേഴ്സിൽ നിന്ന് ഈ P1 ഉം R1 ഉം ആ രണ്ട് കോർണേഴ്സിൽ നിന്നും ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിൻ്റെ ഹാഫിലോട്ട് ലൈൻ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ നമുക്ക് എഗെയിൻ ഇവിടെയും നമുക്ക് 4 സെൻറ്റേഴ്സ് കിട്ടും. ആ സെൻറ്റേഴ്സ് വെച്ചിട്ട് ഇവിടെയും നമ്മൾ സർക്കിൾ അങ്ങ് വരയ്ക്കും. ഇവിടെ വരയ്ക്കുന്ന സർക്കിൾ നമുക്ക് ഡാർക്ക് ആക്കി വരയ്ക്കാം. സർക്കിൾ അല്ല, എലിപ്സ് ആണ് വരയ്ക്കുന്നത്. ഡാർക്ക് ആക്കി വരച്ചു. ഡാർക്ക് ആക്കി വരച്ചതിന് ശേഷം ഈ താഴെ മുകളിൽ ഒരു എലിപ്സ് നമുക്ക് കിട്ടിയല്ലോ. സ്കെയിൽ എടുത്തത് ഇവിടെ ഈ അറ്റം ചേർത്ത് ഇങ്ങനെ അങ്ങ് വയ്ക്കും. അറ്റം ചേർത്ത് വയ്ക്കുമ്പോൾ എവിടെയോ നമുക്ക് ടാൻജൻ്റ് ആയിട്ട് കിട്ടും. ആ ടാൻജൻ്റ് ആയിട്ട് കിട്ടുന്ന പോയിന്റ് നേരെ അങ്ങ് വരച്ചു വിടുക രണ്ട് സൈഡിൽ. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പോർഷൻ ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കിലെ പോർഷൻ ഡോട്ടഡ് ലൈൻ ആക്കുക. ആദ്യം നിങ്ങൾ വരയ്ക്കുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ട് വരച്ച് പോകണം. എങ്കിൽ അതിനെ പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്തതിനെ ഡോട്ടഡ് ആക്കാൻ പറ്റുള്ളൂ. ഈ വരച്ചിരിക്കുന്നതാണ് എലിപ്സ്, നമ്മുടെ സിലിണ്ടറിൻ്റെ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ ഈ ഒരു മോഡൽ കാണാൻ പറ്റും. ഓക്കെ, അടുത്ത് നമുക്ക് ഒരു പെൻറ്റഗണൽ പിരമിഡിൻ്റെ ഐസോമെട്രിക് നോക്കാം. അപ്പോൾ ക്വസ്റ്റിനകത്ത് സ്ട്രേറ്റ് അവേ പറഞ്ഞിട്ടുണ്ട് ഒരു പെൻറ്റഗണൽ പിരമിഡ് ആണ്. 30 mm അതിൻ്റെ ബേസ് ആണ്, 50 mm അതിൻ്റെ ഹൈറ്റ് ആണ്, ആക്സിസ് വെർട്ടിക്കൽ ആണ്. അപ്പം പെൻറ്റഗണൽ പിരമിഡ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. നേരത്തെ അതേ പരിപാടികൾ തന്നെയാണ്. നമ്മൾ നേരെ വന്ന് ആദ്യം പി ഇവിടെ ഫിക്സ് ചെയ്തു. അടുത്ത് പി മുതൽ ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് ഇങ്ങോട്ട് കട്ട് ചെയ്തപ്പം പി ക്യൂ ഇവിടെ കിട്ടി. പി മുതൽ എസ് വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് കട്ട് ചെയ്തപ്പോൾ ഇവിടെ കിട്ടി. അടുത്ത് ലാസ്റ്റ് പോയിന്റ് ഇവിടെ ലൊക്കേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ആർ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കിട്ടി. ഓക്കെ, എഗെയിൻ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇവിടെ ഇതിനകത്ത് പോയിന്റ്സ് ഒക്കെ എടുത്ത് അങ്ങ് പ്ലോട്ട് ചെയ്ത് പോവാം. എ, ഇ, നമുക്ക് ബി കിട്ടും. ഇവിടെ സി, ഇവിടെ ഒരു ടിയും കിട്ടും. ഇനി ഇതിനകത്ത് നമുക്ക് മുകളിലൊരു ബേസ് ഇല്ല, താഴെ മാത്രമേ നമുക്ക് ബേസ് ഉള്ളൂ, മുകളിൽ ബേസ് ഇല്ല. അപ്പം മുകളിൽ നമുക്കൊരു പോയിന്റ് ആണ്, ഒ എന്ന് പറയുന്ന പോയിന്റ് ആണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ സെന്റർ ആദ്യം കണ്ടുപിടിക്കണം. അതായത് ഈ എസ് ക്യൂവും ആർ പിയും കൂടെ ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് കിട്ടും. ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് ആയിട്ടുള്ള 50 mm ഹൈറ്റ് വരയ്ക്കുക. സ്കെയിൽ എടുക്കുക, അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് ആയിട്ടുള്ള 50 ഇവിടെ നേരെ മുകളിലോട്ട് അങ്ങ് ഒരു ചെയിൻ ലൈൻ, ഒരു ആക്സിസ് ആയിട്ട് അങ്ങ് വരച്ചിടുക. ആക്സിസ് ആയിട്ട് വരച്ചിടുക. അതിനുശേഷം ഈ പോയിന്റ്സ് എല്ലാം നേരെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഈ എന്ന് പറയുന്ന പോയിന്റിന് നേരെ ഇപ്പം ആക്സിസ് ആയിട്ട് വരച്ചിട്ടിരിക്കുമ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഒ ആയി. അപ്പം ഇവനെ നേരെ അങ്ങോട്ട് വരയ്ക്കുക. കുറച്ച് വൃത്തിയായിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം.
അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇത്രയും പോർഷൻ അതിൻ്റെ ഫ്രണ്ട് ആയിട്ട് വരുന്നതാണ്. ഈ സി വരെയുള്ള പോർഷൻ അതിൻ്റെ ഫ്രണ്ട് പോർഷനായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം അത് അത്രയും നമുക്ക് ഡാർക്ക് ആയിട്ട് തന്നെ പോകണം. അടുത്ത് ഡി എന്ന് പറയുന്നത് ആക്ച്വലി ബാക്കിൽ വരുന്ന പോയിന്റ് ആയിട്ട് മാറി. അവനെ നമ്മൾ വരയ്ക്കുന്നത് ഡോട്ടഡ് ആക്കിയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അത് നമ്മൾ ഡോട്ടഡ് ആക്കി വരയ്ക്കണം. ഇനി അതിൻ്റെ ബേസിലെ ബാക്കി പോർഷൻ കൂടെ നമുക്ക് വരച്ചെടുക്കാം. ബേസിൽ വന്നു കഴിയുമ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ വരും, ഇതെല്ലാം ഫ്രണ്ട് പോർഷൻ ആയിട്ട് വരും. ഇത്രയും ഫ്രണ്ട് പോർഷൻ വരും. ബാക്കി ആ ബാക്കിലെ പോർഷനൊക്കെ ഡോട്ടഡ് ആയിട്ട് വരും. ഇങ്ങനെ വരും. ഓക്കെ, ഇത് കുറച്ചുകൂടെ വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ വരും. അതിൻ്റെ ഒറിജിനൽ ഫിഗർ ഇതാ കിടപ്പുണ്ട്. ഇതാ ഇങ്ങനെ ഒരു മോഡൽ നമ്മുടെ സോളിൻ്റെ പ്രൊജക്ഷൻ വരും. ഒറിജിനൽ ഫിഗറിനകത്ത് കുറച്ച് ചേഞ്ച് ഉണ്ട്. അവർ വരച്ച് വയ്ക്കുമ്പം ആ ബാക്കിൽ വരുന്ന പോയിന്റ് ഞാൻ വരച്ചത് ഇത് ഈ പോയിന്റ് എന്ന് പറയുന്നത് അപ്പർ സൈഡിലോട്ട് വന്നു. അവരുടെ അതിനകത്ത് ഈ എസ് എന്ന് പറയുന്നത് അവർ അപ്പർ സൈഡിലോട്ട് വന്നു. അതുകൊണ്ടാണ് നമ്മൾ വരച്ചതിനകത്ത് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, സി എന്ന് പറയുന്നത് ഇപ്പുറത്തോട്ട് ഇരിക്കുന്നത്. അത് തെറ്റൊന്നുമല്ല, നമ്മുടെ ഇഷ്ടമാണ് അത് എങ്ങനെ വരയ്ക്കണം എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഓൾ അബൌട്ട് പിരമിഡിൻ്റെ കേസ്. ഇനി ഒരു കോണും കൂടെ നോക്കിയാൽ മതി. നമ്മുടെ ഐസോമെട്രിക് നമ്മളിപ്പോൾ വച്ച് മതിയായിരുന്നു. അപ്പോൾ ഒരു കോണിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. 50 mm ബേസും അതിൻ്റെ 70 mm അതിൻ്റെ ഹൈറ്റും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യണം. എഗെയിൻ പി ക്യു ആർ എസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനെ നേരെ ഇവിടെ എടുത്ത് അങ്ങ് പ്ലോട്ട് ചെയ്ത് പി ക്യു ആർ എസ് എന്ന ബോക്സിനെ പ്ലോട്ട് ചെയ്തതിന് ശേഷം ഫോർ സെൻറ്റർ മെത്തേഡ് ഉപയോഗിച്ച് പിയിൽ നിന്ന് ഈ ലൈൻ്റെ സെൻറ്ററിലോട്ടും ഈ ലൈൻ്റെ സെൻറ്ററിലോട്ടും ലൈൻസ് വരയ്ക്കുന്നു. ആറിൽ നിന്ന് ഇവിടുത്തെ സെൻറ്ററിലോട്ടും ഇവിടുത്തെ സെൻറ്ററിലോട്ടും നമ്മൾ ലൈൻസ് വരച്ചു. നമുക്ക് പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനിഷ്യലി നമുക്ക് അവനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈൻ കൊണ്ട് ജോയിൻ ചെയ്ത് വയ്ക്കാം. നേരത്തെ പറഞ്ഞത് അതേ മെത്തേഡിൽ തന്നെ ഇവനെ വരയ്ക്കണം. ഇത് C1 ആണ്, സെൻറ്റർ ടു C2 ആണ്, ഇതിനെ C3 എന്നും ഇതിനെ C4 എന്ന് നമുക്ക് വിളിക്കാം. നേരത്തെ പോലെ വളരെ സോഫ്റ്റ് ലൈനോട് നമ്മൾ ജോയിൻ ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മൾ കോർണർ ടു കോർണർ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കിട്ടും. ഇതാ ഒരു കോർണറിൽ നിന്ന് ഈ കോർണറിലോട്ട്, ഈ കോർണറിൽ നേരെ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ഇവിടെ കിട്ടും. സ്കെയിൽ എടുക്കുക. ഈ സോൾഡിൻ്റെ ഹൈറ്റ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടാവും. സോൾഡിൻ്റെ ഹൈറ്റ് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് 70 എന്നാണ്. അത് ഇത്രയും ഹൈറ്റ് 70 mm എന്നാണ് തന്നിരിക്കുന്നത്. ഈ ഹൈറ്റ് 70 mm ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ 70 mm ഇവിടെ മുകളിലോട്ട് എടുക്കുക. ചെയിൻ ലൈനായിട്ട് ആ 70 mm ആക്സിസ് ആയിട്ട് കാണിക്കുക. എന്നിട്ട് ആ ആക്സിസ് ലൈൻ കാണിച്ചു. അപ്പോൾ എന്താ ഈ പോയിന്റ് ആയിരിക്കും നമ്മുടെ O എന്ന് പറയുന്ന പോയിന്റ്. വീണ്ടും സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്ത് അവനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഏതോ ഒരു പോയിന്റിൽ ഇങ്ങനെ കറക്റ്റ് ഒരു ടാൻജന്റ് മോഡൽ വരും. ആ ടാൻജന്റ് മോഡൽ വരുന്നിടത്ത് ഇവനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ കൊണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. തിരിച്ച് അപ്പുറത്തെ സൈഡിലും ഒരു ടാൻജന്റ് മോഡൽ വന്നു. നേരെ കൊണ്ട് ഇവിടെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലെ പോർഷൻ നമ്മൾ ഡാർക്ക് ചെയ്ത് കൊടുക്കും. ഫ്രണ്ടിലെ പോർഷൻ മൊത്തത്തിൽ നമ്മളിങ്ങനെ അങ്ങ് ഡാർക്ക് ചെയ്ത് കൊടുക്കും. ബാക്കിലെ പോർഷൻ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് അവിടെ നമ്മൾ ഡോട്ടഡ് ലൈൻ ആക്കി കൊടുക്കും. ബാക്കിലെ പോർഷൻ ഡോട്ടഡ് ലൈൻ ആക്കി കൊടുക്കും.
ഈ സൈഡും ഒക്കെ ഡാർക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് നമ്മുടെ കോണിൻ്റെ ഐസോമെട്രിക് വ്യൂ കിട്ടും. ഇതാണ് ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒറിജിനൽ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഐസോമെട്രിക്കിനകത്ത് നോക്കാനായിട്ടുള്ളത് ഫോർ ദ ടൈം ബീയിങ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലോണം വർക്കൗട്ട് ചെയ്തിട്ട് മാത്രം എക്സാമിന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ.